ഹായ്, നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പല കാര്യങ്ങളും അയച്ചു തരും. ചില വീഡിയോസ് അയച്ചു തരും, ചില ലിങ്കുകൾ അയച്ചു തരും. നമ്മൾ ചാടി കയറി അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അനാവശ്യ ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തട്ടിപ്പിൽ പെടുന്ന ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് നമുക്ക് വാട്സപ്പ് വഴി തന്നെയാണ് അല്ലെ. വാട്സപ്പിൽ വഴി വരുന്ന അനാവശ്യ ലിങ്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് അത് അനാവശ്യമായിട്ടുള്ള മറ്റുള്ള വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടാറുണ്ട്. ഇതുവഴി നമ്മുടെ പൈസയും അതുപോലെ നമ്മുടെ ഡാറ്റ എല്ലാം പോയി പോകുന്നൊരു പതിവുണ്ട്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൽ ID കാണിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇവിടേക്ക് വന്നിട്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ സേഫ് ബ്രൗസിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണും. ഒന്ന് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്, പിന്നെ രണ്ടാമതായിട്ട് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റിലായിട്ട് നോ പ്രൊട്ടക്ഷൻ എന്നുള്ള. ചില ആളുകളുടെ ഫോണിലൊക്കെ നോ പ്രൊട്ടക്ഷനിലേക്കാണ് കിടക്കുന്നത്, ചിലവരിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ. ഒരിക്കലും നിങ്ങൾ ഇതിലൊന്നും വെക്കേണ്ട. ഏറ്റവും മുകളിലുള്ള ഇവിടെ കണ്ടില്ലേ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ, അതാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന കാര്യം. നമ്മൾ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിൽ നമ്മൾ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എൻഹാൻസ്ഡിലേക്ക് മാറ്റി വെക്കുക. അതിന് അടുത്തതായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ അടിപൊളി ഒരു ഓപ്ഷനാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. യൂസ് സെക്യൂർ DNS ഇവിടെ നമുക്ക് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാന്ന് നോക്കുക. ഇവിടെ നമ്മൾ കണ്ടില്ലേ യൂസ് സെക്യൂർ DNS എന്നുള്ളത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും സൈറ്റുകളിലൊക്കെ അനാവശ്യമായിട്ട് പോയിട്ട് തട്ടിപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഓൺ ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ഈ ഒരു ഓപ്ഷൻസ് ഓൺ ആയിട്ട് വരും. ഇവിടെ താഴെ നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് നിൽക്കുന്നത് നമ്മുടെ കറന്റ് സർവീസ് പ്രൊവൈഡറിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ തൊട്ട താഴെ ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടില്ലേ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. 1.1.1.1 എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അവിടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ വളരെയധികം സെക്യൂർ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിലേക്കൊക്കെ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും സൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് റീഡയറക്ട് ചെയ്ത് മറ്റൊരു സൈറ്റിലേക്ക് പോകുന്നതൊക്കെ ഇതുവഴി നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും.